സിയോളിൽ നിന്നും ബുസാനിലേക്ക് ഒരു യാത്ര. പതിവ് പോലെ ആളുകൾ ട്രെയിനിൽ കയറി. എന്നാൽ ഇതൊരു സാധാരണ ദിനമാണെന്ന് പ്രതീക്ഷിച്ച് അവർക്ക് തെറ്റി. ട്രെയിനിലുള്ളവരൊക്കെ സോംബികളായിട്ട് മാറുന്നു. പിന്നീട് അങ്ങോട്ട് ആ ട്രെയിനിൽ നടന്നത് സോംബികളുടെ നരയാട്ടാണ്. കടി കിട്ടിയവരെല്ലാവരും തന്നെ സോംബികളായിട്ട് മാറി. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. 2016 കൊറിയൻ ഭാഷയിൽ ഇറങ്ങിയ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ. ലോകത്തിലെ ഏറ്റവും മികച്ച സോംബി സിനിമകളിലൊന്ന്. കൂടെ നമ്മുടെ ഡോൺലി മച്ചാനും. ട്രെയിൻ ടു ബുസാൻ ഈ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പൊ വെൽക്കം ബാക്ക്. ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ഇതൊരു ക്വാറന്റൈൻ സോൺ ആണ്. ഇപ്പൊ ഒരു വണ്ടി അങ്ങോട്ട് വന്നു. രണ്ടുപേരെ തടയും ചെയ്തു. അവരവിടെ എന്തൊക്കെ ഗ്യാസ് അടിക്കായിരുന്നു, ക്ലീൻ ആക്കാൻ വേണ്ടി. വണ്ടി നിർത്തി കഴിഞ്ഞപ്പം അവർ അതിലേക്കും ഗ്യാസ് അടിച്ചു. ഇതെല്ലാം കാണുമ്പോൾ വണ്ടിയുടെ ഡ്രൈവറിന് ഒരു സംശയം. എന്താ പ്രശ്നം? അയാൾ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ് പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഒരു കമ്പനിയിൽ എന്തോ ഒരു കെമിക്കൽ ലീക്കായി, അത്രേ ഉള്ളൂ. ആ ഡ്രൈവർ ഇങ്ങനെ വേവലാതിപ്പെടാൻ കാരണം ഇയാൾ ഒരു പന്നി കച്ചവടക്കാരനാണ്. കഴിഞ്ഞ തവണ എന്തോ ഒരു വൈറസ് പരന്നെന്നും പറഞ്ഞിട്ട് അയാളുടെ കുറെ പന്നികളെ കൊല്ലേണ്ടി വന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നായിരുന്നു അയാളുടെ പേടി. എന്നിപ്പോ പേടിയൊക്കെ മാറി. കുഴപ്പമില്ലാതെ കാണുമ്പോൾ എന്താ ശരിയെന്നും പറഞ്ഞിട്ട് അയാൾ വണ്ടി എടുത്തു. രാവിലെ തന്നെ പുള്ളി നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഇപ്പൊ ചെക്കിംഗ് കൂടെ ആയപ്പോൾ ദേഷ്യം കൂടി. അങ്ങനെ അയാൾ ഇങ്ങനെ ഓരോന്ന് പിറുകൊടുത്തോണ്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അയാൾ അത് എടുക്കാൻ തുടങ്ങുമ്പോൾ എന്തോ വന്നിട്ട് വണ്ടിയിലിടിച്ചു. അയാൾ ഉടനെ തന്നെ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ അതൊരു മാനായിരുന്നു. നല്ല ഇടിയായതുകൊണ്ട് മാൻ അപ്പം തന്നെ ചത്തു. ഓ മാനായിരുന്നോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ അതിന്റെ അടുത്തേക്ക് പോകാതെ വണ്ടി എടുത്തു. എന്നാൽ പുള്ളി അവിടുന്ന് പോയി കഴിഞ്ഞപ്പം ആ ചത്തുപോയ മാന് ജീവൻ വെച്ചു. അത് അവിടുന്ന് ചാടി എഴുന്നേക്കും ചെയ്തു. പക്ഷെ അതിന്റെ രൂപം പഴയതുപോലെയല്ല. അതിന്റെ കണ്ണുകളിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പേടിപ്പിക്കുന്ന ഒരു രൂപം. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഒരു നായകൻ. ഇദ്ദേഹം ഒരു കമ്പനിയിലെ മാനേജറാണ്. പേര് സിയു. പതിവ് പോലെ ഓഫീസിലിരിക്കുകയാണ് അയാൾ. അതിനിടയിൽ അയാൾ ഫോൺ എടുത്ത് ക്യാപ്റ്റനായ കിമ്മിനെ വിളിച്ചു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ എന്തോ ഇന്റർനെറ്റിൽ ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാണ്. അതിലൊരു തടാകത്തിൽ കുറെ മീനുകൾ ചത്തുപൊങ്ങിയ വാർത്തയാണ് ഉണ്ടായിരുന്നത്. അയാൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കിമ്മു വന്നു. ആ നീ വന്നോ, ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മുഴുവൻ ഷെയർസും വിറ്റേക്ക്. സിയു അത് പറഞ്ഞപ്പോ കിം ഞെട്ടിപ്പോയി. എല്ലാ ഷെയറും വിൽക്കാനോ? അത് പണിയാവൂലേ? ഒരു പണിയില്ല കിം, നീ പറഞ്ഞതുപോലെ കേട്ടാ മതി, വേഗം ചെല്ല്. സിയു അയാളെ പറഞ്ഞു വിട്ടു. ഈ സിയു എന്ന് പറയുന്നത് ഭയങ്കര സെൽഫിഷാണ്. സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ അയാൾക്ക്. മാത്രമല്ല അയാളൊരു വർക്കോളിക്കും കൂടെയാണ്. ജോലി കഴിഞ്ഞേ ഉള്ളൂ അയാൾക്ക് എന്തു. ഇയാൾ ഭാര്യയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. കൂടെയുള്ളത് മകളും പിന്നെ അയാളുടെ അമ്മയും. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാറിലേക്ക് കയറുമ്പോഴാണ് അയാളുടെ ഭാര്യ വിളിക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നത്, നാളെ നമ്മുടെ മകളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഒരു ദിവസമെങ്കിലും അവൾ എൻ്റെ കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. പക്ഷെ സിയു സമ്മതിച്ചില്ല. ഞാൻ നല്ല തിരക്കിലാണ്, അടുത്ത ആഴ്ച വല്ലതും നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കോള് കട്ട് ചെയ്തു. ഈ സിയു ജീവിക്കുന്നത് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലായ സിയോളിലാണ്. ഭാര്യയാണെങ്കിൽ ബുസാനിലും. പിന്നെ ഇയാളുടെ മകളുടെ പേര് സുവാൻ. അങ്ങനെ സിയു വീടെത്തി. അമ്മയെ കാണുമ്പോൾ അയാൾ സുവാനെ കുറിച്ച് അന്വേഷിച്ചു. ഓ അവളോ, ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. അമ്മ മറുപടി കൊടുത്തു. ഈ സമയം സുവാനാണെങ്കിൽ റൂമിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പുതപ്പിട്ട് മൂടി പതുക്കെ അമ്മയുടെ ഫോണിൽ സംസാരിക്കുകയാണ്. അച്ഛൻ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറി വരും എന്നൊക്കെ അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു. ഈ സമയത്താണ് സിയു അങ്ങോട്ട് വരുന്നത്. അയാൾ ലൈറ്റ് ഇട്ടപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അമ്മയുടെ അടുത്തേക്ക് പോകാൻ അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് മനസ്സിലായതുകൊണ്ട് അയാൾ പറയുന്നത്, മോളിപ്പോൾ ഞാൻ നല്ല തിരക്കിലാണ്, നമുക്ക് അടുത്ത ആഴ്ച പോവാം എന്നും പറഞ്ഞിട്ട് അയാൾ അവൾക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. അവളത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു വീഡിയോ ഗെയിം ആയിരുന്നു അതിൽ. പക്ഷെ അവൾക്ക് ഒരു സന്തോഷം തോന്നിയില്ല. കാരണം 2-3 മാസം മുമ്പ് ആ സെയിം സാധനം അച്ഛൻ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് ഓർത്തതേയില്ല. ഇപ്പൊ മോള് വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് വേറെ എന്താ വേണ്ടത് മോളെ? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട അച്ഛാ, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി, നാളെ തന്നെ. ഇനി അച്ഛൻ തിരക്കിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമായി. നാളെ തന്നെ അവളെയും കൊണ്ട് പോയേക്കാം അയാൾ തീരുമാനിച്ചു. അങ്ങനെ മകളുടെ അടുത്ത് നിന്ന് പോകുന്നതിന് ശേഷം അയാൾ ഡ്രസ്സ് മാറുമ്പോൾ അയാളുടെ അമ്മ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറയുണ്ട്. നോക്കുമോനെ, നാളെ നീ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവളോട് സ്നേഹത്തോടെ സംസാരിക്കണം. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് നല്ലതല്ല. നീ നിന്റെ മോളെ കുറിച്ചെങ്കിലും ചിന്തിക്കുക. അവൾ വളർന്നു വരികയാണ്, നല്ല കാലമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എനിക്കറിയാമേ, ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞിട്ട് അയാൾ അമ്മ ഇരിക്കുന്ന ബെഡിൽ ചെന്നിരുന്നു. ഈ സമയത്താണ് അമ്മ മറ്റൊരു കാര്യം പറയുന്നത്. സുവാന്റെ സ്കൂളിൽ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അവൾ അതിൽ പാട്ടൊക്കെ പാടി. നീ വരാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്യാമറ അവിടെ വെച്ചിട്ട് അമ്മ എഴുന്നേറ്റു. അയാൾ ആ ക്യാമറ എടുത്ത് ഓണാക്കി നോക്കുമ്പോൾ സുവാൻ സ്കൂളിൽ പാടുന്നൊരു വീഡിയോ അതിലുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ ആ പാട്ട് മുഴുവിക്കാതെ പെട്ടെന്ന് അവൾ നിർത്തി. എന്തോ അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നത് പോലെ. അങ്ങനെ നേരം വെളുത്തപ്പോൾ തന്നെ സിയു സുവാനെയും കൊണ്ട് ഇറങ്ങി. ഇപ്പൊ കാറിലാണ്. അതിനിടയിൽ വരുന്ന കാര്യം സുവാൻ ഫോണിൽ അമ്മയെ വിളിച്ച് പറഞ്ഞു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് അവിടുന്ന് ട്രെയിൻ പിടിച്ച് ബുസാനിലേക്ക് പോകണം. അതാണ് പ്ലാൻ. അങ്ങനെ ആ യാത്രക്കിടയിൽ അയാൾ മകളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ആ പാട്ട് പകുതിക്ക് വെച്ച് നിർത്തിയത്? പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അത് കാണുമ്പോൾ അയാൾ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അതെന്തായാലും പൂർത്തിയാക്കണം. എന്നാൽ അയാൾ അത് പറഞ്ഞു തീർന്നതും കുറെ വണ്ടികളായിരിക്കും മുന്നിലൂടെ ചീറിപ്പാഞ്ഞുപോയി. ഫയർഫോഴ്സ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, പോലീസ് വണ്ടിയുണ്ട്.
അവരുടെ പോക്ക് കണ്ടപ്പം എവിടെയോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സിയുവിന് മനസ്സിലായി. ഇതേസമയം തന്നെ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ബുസാനിലേക്കുള്ള ട്രെയിൻ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ കയറി തുടങ്ങി. അവരെ വെൽക്കം ചെയ്തുകൊണ്ട് ട്രെയിനിന്റെ ക്രൂ മെമ്പേഴ്സും പുറത്തു നിൽക്കുകയാണ്. അതിനിടയിൽ ഡ്രൈവർ വന്ന് ലോക്കർ റൂമിലേക്ക് കയറി. ഇനി സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി എടുക്കും. ആ ട്രെയിനിനകത്ത് ഒരു ഹൈസ്കൂളിലെ ബേസ്ബോൾ ടീമുണ്ട്. ബോയ്സ് ആണ്. അവരുടെ കൂടെ ഒരു ചിയർ ഗേൾ. ഇവളുടെ പേര് ജിൻ. ഈ ടീമിലെ തന്നെ ഒരുത്തനെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ ഇപ്പൊ അവന്റെ അടുത്ത് ചെന്നിരുന്നു. അവന്റെ പേര് യോങ്. ഇനി പുറകിലിരിക്കുന്ന 2 പ്രായമുള്ള ലേഡീസിനെ കണ്ടില്ലേ, ഇവര് സിബ്ലിങ്സ് ആണ്. ബ്രൗൺ ഡ്രസ് ഇട്ടവളുടെ പേര് ഇഞ്ചിൽ. അവളുടെ അനിയത്തിയാണ് മറ്റേത് ചോങ് ജിൻ. അതിനിടയിൽ സീവു സുവാനയും കൊണ്ട് ട്രെയിനിലേക്ക് കയറി. ഈ സമയം സീവു ആണെങ്കിൽ അയാളുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കിം ആണ് വിളിക്കുന്നത്. സാർ, രാവിലെ മുതൽ കുറെ കോളുകൾ വരുന്നുണ്ട്. അൻസാൻ ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ രാത്രിയിൽ എന്തൊരു പ്രതിഷേധം നടന്നിട്ടുണ്ട് അത്രേ. കിം അത് പറയുമ്പോൾ, ഓ അങ്ങനെയാണോ, എന്നാൽ നീ വേഗം ഓഫീസിലേക്ക് ചെല്ല്, എന്റെ സ്റ്റോക്കുകളുടെ കാര്യമൊക്കെ തീരുമാനാക്ക്, ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം എന്നും പറഞ്ഞ് സീവു ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും അവർ രണ്ടുപേരും സീറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ സ്റ്റേഷൻ മാസ്റ്റർ അവിടുത്തെ പ്ലാറ്റ്ഫോം പരിശോധിക്കായിരുന്നു. അതിനിടയിലാണ് ഒരു പെണ്ണ് വേഗം അങ്ങോട്ട് വന്നിട്ട് ട്രെയിനിലേക്ക് ഓടിക്കയറി. അയാൾ അത് കാണുന്നില്ല. ഇനിയിപ്പോ ആ പെണ്ണിനെ നോക്കിയാൽ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കാലിലൊക്കെ ചോരപ്പാട് കാണാം. വേച്ച് വെച്ചാണ് അവൾ നടക്കുന്നത്. അങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ട്രെയിനിന്റെ ഡോർ ക്ലോസ് ആയി. ഈ സമയം സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി അവിടുത്തെ സ്റ്റെയർകേസിലേക്ക് എത്തി. എന്നാൽ ഈ സമയം നോക്കുമ്പോൾ സ്റ്റെയർകേസിന് മുകളിലായിട്ട് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അവിടെ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ എടുത്തു. സുവാനാണ് വിൻഡോ സീറ്റിലിരിക്കുന്നത്. അവളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളുടെ മേലേക്ക് ഒരൊറ്റ ചാട്ടം. അവൾ ഞെട്ടിപ്പോയി. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരിഞ്ഞപ്പം സീവു ആണെങ്കിൽ നല്ല ഉറക്കമാണ്. അവളാണെങ്കിൽ അയാളെ ശല്യം ചെയ്യാനും പോയില്ല. അങ്ങനെ ട്രെയിൻ സ്റ്റേഷൻ വിട്ടിറങ്ങി. ഈ സമയം അങ്ങോട്ട് ഓടിക്കേറിയ പെൺകുട്ടിയുണ്ടല്ലോ, അവളിപ്പോൾ ബാത്റൂമിലിരിക്കുകയാണ്. അവളുടെ കാലിൽ എന്തൊരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിന്റെ വേദന അവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഈ സമയം സുവാൻ ടോയ്ലറ്റ് പോകാൻ വേണ്ടി എഴുന്നേറ്റു. അച്ഛൻ ഉറക്കമായതുകൊണ്ട് അയാളെ ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്കാണ് അവൾ അങ്ങോട്ട് നടക്കുന്നത്. എന്നാൽ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ക്രൂവിൽ ഒരാളും പിന്നെ ഒരു പാസഞ്ചറും ചേർന്നിട്ട് ആ ടോയ്ലറ്റിന്റെ വാതിലിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂ മെമ്പറിന്റെ കൂടെ നിൽക്കുന്ന ആളുടെ പേര് ബോക്തുസാൻ. ഇയാൾ ഏതോ ഒരു ബസ് കമ്പനിയുടെ മാനേജറാണ്. ഇപ്പൊ സുവാനും അങ്ങോട്ട് ചെന്നു. ആ ഒരു ബാത്റൂം തുറന്നപ്പം ഒരാൾ ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ടുണ്ട്. ഒരു പ്രാന്തനെ പോലെ ഒരാള്. ടിക്കറ്റിന്റെ കാര്യം ചോദിച്ചപ്പം അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറയാണ്. എന്റെ കൂടെ ഉള്ളവരൊക്കെ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു വല്ലാത്ത ചിരിയും ചിരിച്ചു. ഇയാളെ നമുക്ക് കാങ് എന്ന് വിളിക്കാം. ഈ സമയം ബാത്റൂമിലുണ്ടായിരുന്ന പെണ്ണുണ്ടല്ലോ, ആ ഇൻഫെക്ഷൻ വന്നത്, അവളിങ്ങനെ വേച്ച് പാസഞ്ചേഴ്സിന്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. എന്നാൽ ആരും തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൾ നടന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്കുള്ള ഡോർ തുറന്നപ്പം അവൾ താഴേക്ക് വീണു. എന്നിട്ട് അവിടെ കിടന്ന് പെടയാൻ തുടങ്ങി. ഇതേസമയം സുവാൻ വേറൊരു ബാത്റൂമിലേക്ക് നടന്നു. അവിടേക്ക് എത്തി അവൾ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ അവളെ തടഞ്ഞു. ഡോൺലി, പുള്ളിയുടെ ഭാര്യ ആ ബാത്റൂമിനകത്തുണ്ട്. അതുകൊണ്ട് സുവാൻ വേറൊരു ബാത്റൂമിലേക്ക് നടന്നു. ഇതേസമയം മിഞ്ചി എന്നു പേരുള്ള ഒരു ക്രൂ മെമ്പർ നിലത്ത് വീണ് കിടക്കുന്ന ആ ഇൻഫെക്റ്റഡ് ആയ ലേഡിയെ കണ്ടു. അവൾ അവിടെ കിടന്നിങ്ങനെ പിടയെന്ന് കാണുമ്പോൾ മിഞ്ചി വേഗം വയർലെസ് എടുത്ത് അവളുടെ ടീം ലീഡറെ വിളിക്കുകയാണ്. എന്നാൽ അവൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല. ഇതേസമയം അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്ന സീ ഒരു കോള് വന്നപ്പോൾ എഴുന്നേറ്റു. കിം ആണ് വിളിക്കുന്നത്. അവനിപ്പോ പറയുന്നത് കുറെ സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ സീവു ട്രെയിനിലെ ടിവിയിലേക്ക് നോക്കി. ടിവിയിലും പുറത്ത് നടക്കുന്ന പ്രതിഷേധമാണ് കാണിക്കുന്നത്. മിലിറ്ററിക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിനു ശേഷം സീവു മകളെ അന്വേഷിച്ചിട്ട് അവിടെ നടക്കുകയാണ്. ഇതേസമയം തന്നെ അവന്റെ പുറകിലിരിക്കുന്നവരും ആ ടിവിയിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ടിവിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പേടി പ്രകടമാണ്. എന്തായിരിക്കും പുറത്ത് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ടിവിയിൽ വ്യക്തമാക്കുന്നില്ല. ഈ സമയം മിഞ്ചി എന്ന് പറയുന്ന ക്രൂ മെമ്പർ അവളുടെ ടീം ലീഡറെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നിലത്ത് കടന്നിരുന്ന ആ ഇൻഫെക്റ്റഡ് ആയ പെണ്ണ് എഴുന്നേക്കുന്നത്. അതിന്റെ രൂപം കണ്ട് മിഞ്ചി ഞെട്ടിപ്പോയി. അവളിപ്പോ ഒരു സോംബിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ സോംബി ഇപ്പൊ മിഞ്ചിയുടെ പുറത്തേക്ക് ചാടിക്കയറി. മിഞ്ചി ആണെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവിടുത്തെ പാസഞ്ചേഴ്സിന്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ആ ബേസ്ബോൾ ടീമാണ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു സീൻ കാണുമ്പോൾ അവരെല്ലാവരും ഞെട്ടിപ്പോയി. എന്താണ് ഈ പെണ്ണ് കാണിക്കുന്നത്? എന്നാൽ അവർ വിചാരിച്ചതിന്റെ അപ്പുറമായിരുന്ന കാര്യങ്ങൾ. സോംബി മിഞ്ചിയുടെ കഴുത്തിൽ ഒരൊറ്റ കടി എന്റെ ഉച്ചത്തിൽ അലറി. അതിന്റെ രൂപം കണ്ട് പിള്ളേരെല്ലാവരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആ സോംബി ചാടി എഴുന്നേറ്റ് ആ ബേസ്ബോൾ ടീമിൽ ഒരുത്തനെ കടിച്ചു. അതിനിടയിൽ നിലത്ത് കടന്നിരുന്ന മിഞ്ചിയും സോംബിയായിട്ട് മാറി. അങ്ങനെ കടി കിട്ടുന്നവരൊക്കെ സോംബികളായിട്ട് മാറി. എന്നിട്ട് മറ്റുള്ളവരെ കടിക്കാൻ തുടങ്ങി. ചിലരാണെങ്കിൽ കടി കിട്ടാതിരിക്കാൻ വേണ്ടി ആ സോംബികളെ കടിച്ചു വീഴ്ത്തുന്നുണ്ട്. ഇതേസമയം തന്നെ ഈ ബഹളമല്ല അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആൾക്കാരും കേൾക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അതിനിടയിൽ ബാത്റൂമിൽ നിൽക്കായിരുന്ന സുവാൻ ശബ്ദം കേട്ട് ഡോർ തുറന്നു. ആൾക്കാർ ഓടി വരുന്ന കണ്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേസമയം തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ ക്രൂവിന്റെ ടീം ലീഡർ വന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എഴുന്നേപ്പിച്ചുകൂടായിരുന്നു. പെട്ടെന്നാണ് മിഞ്ചി അങ്ങോട്ട് ചാടി വീഴുന്നത്. അവളിപ്പോ ആ ടീം ലീഡറിന്റെ കഴുത്തിനൊരു കടി. ഈ സമയം മകളെ അന്വേഷിച്ച് വന്ന സീവു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പണിയാണ് എന്ന് അയക്ക് മനസ്സിലായി. അതിനിടയിൽ കടി കിട്ടിയ ആ ടീം ലീഡർ ആണെങ്കിൽ സോംബിയായിട്ട് മാറുകയും ചെയ്തു. ഒരു വല്ലാത്ത രൂപം. അത് കണ്ട് പേടിച്ച് സീവു തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ മകളെ കണ്ടു. പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല. മകളെ എടുത്തുകൊണ്ട് അയാൾ മുന്നോട്ട് ഓടി. എന്നാൽ ആ ടീം ലീഡർ സോംബി അയാളെ വിടാതെ അയാളുടെ പുറകെ തന്നെയുണ്ട്. ടീം ലീഡറുടെ പുറകെ ബാക്കിയുള്ള സോംബികളും. ആ ഏരിയയിലുള്ള മുഴുവൻ പാസഞ്ചേഴ്സും ഇപ്പൊ സോംബികളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഡോൺലി മച്ചാൻ ആ ബാത്റൂമിന് മുമ്പ് തന്നെ നിൽക്കുകയാണ്. ആൾക്കാർ ഓടുന്നൊക്കെ അവനും കാണുന്നുണ്ട്. പക്ഷെ കാര്യം മനസ്സിലായില്ല. ഈ സമയം ഭാര്യ പുറത്തേക്ക് ഇറങ്ങി. ഇവളുടെ പേര് സങ്. ഇവള് പ്രഗ്നന്റ് ആണ്. ഇവൾ
അങ്ങനെ ഡോൺലി അവളുടെ കാര്യം നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വന്ന ഒരുത്തൻ ഒരു ലേഡിയെ കടിക്കുന്നത്. പക്ഷെ അത് സോംബിയാണെന്നൊന്നും ഡോൺലിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോൺലി ചെന്ന് അതിൽ ഇടപെട്ടു. എന്നാൽ ഡോൺലി അവനെ പിടിച്ചിട്ട് പൊക്കിയപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. ഈ സമയം സോംബിയാണെങ്കിൽ ഡോൺലിയുടെ നേർക്ക് ചാടി. ഇവരുടെ അപ്പുറത്തായിട്ടാണ് സീവു അയാളുടെ മകളെയും കൊണ്ട് നിൽക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ സീവു വേഗം സുവാനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയി. അതിനിടയിൽ ഡോൺലി ആണെങ്കിൽ ഇപ്പോഴും ആ സോംബിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവനിപ്പോൾ ആ സോംബിയെ പിടിച്ച് ആ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് ഇട്ട് ലോക്ക് ചെയ്തു. എന്നാൽ ഈ സമയത്താണ് മറ്റേ സോംബികളൊക്കെ അങ്ങോട്ട് ഓടി വരുന്നത്. അതിനിടയിൽ രക്ഷപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ കൂടിയിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഡോൺലിയും ഭാര്യ അങ്ങോട്ട് ഓടി വരുന്നു. അവര് സോംബിയാണെന്ന് വിചാരിച്ചിട്ട് സീവു പെട്ടെന്ന് നിന്നിട്ട് ഡോർ അടിച്ചു. എന്നാൽ സുവാൻ നേരത്തെ ഡോൺലിയെ കണ്ടാണല്ലോ. അതുകൊണ്ട് അവള് പറഞ്ഞപ്പം സീവു ആ വാതിൽ നിന്ന് വിട്ട് മാറിയിരുന്നു. അങ്ങനെ അങ്ങോട്ട് വന്ന സോംബികളൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം ഡോൺലി ഭാര്യയും കൊണ്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് ആ വാതിൽ അടച്ചു. പക്ഷെ അതെങ്ങനെ ലോക്ക് ചെയ്യണം എന്ന് ഡോൺലിക്ക് അറിയത്തില്ല. സീവുവിനോടാണ് അവനത് ചോദിച്ചത്. ഈ സമയം സീവു ആണെങ്കിൽ വാതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സോംബികളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഡോൺലി അത് ചോദിച്ചപ്പോൾ സീവു പറയുന്നത്, നീ അവറ്റകൾ ശ്രദ്ധിച്ചില്ലേ, ഒന്നിനും ബുദ്ധിയില്ല, തകർക്കാനും കടിക്കാനും മാത്രമേ അവറ്റകൾക്ക് അറിയുള്ളൂ, ഒരു വാതിൽ തുറക്കാനൊന്നും അവറ്റകൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് സീവു പറയുന്നത്. അതിനെ തുടർന്ന് ഡോൺലി അതിൽ നിന്ന് വിട്ടു നിന്നു. സീവു പറഞ്ഞ പോലെ തന്നെ അവറ്റകൾ ആ വാതിൽ സ്ലൈഡ് ചെയ്തിട്ട് അകത്തേക്ക് വരുന്നില്ല, അത് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡോൺലിയുടെ ഭാര്യ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാതിലിന്റെ ഗ്ലാസ്സിലേക്ക് കുറെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ അതിൽ ഒട്ടിച്ചു വെച്ചു. അതുകൊണ്ട് ആ സോംബികൾക്ക് ഇപ്പം അവരെ കാണുന്നുമില്ല. അങ്ങനെ തൽക്കാലം പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞപ്പം ഡോൺലി സീവിനോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. നിനക്കെന്താണ് മനസാക്ഷിയൊന്നുമില്ലേ? എന്തുകൊണ്ടാണ് നീ വാതിലടച്ചത്? അപ്പൊ ഞങ്ങളുടെ ജീവനൊന്നും വില നീ കാണുന്നില്ലേ? നിന്നെ ഞാൻ ആ സോംബിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഡോൺലി സീവിന്റെ കുത്തിനേറി പിടിച്ചു. എന്നാൽ അവന്റെ ഭാര്യ പറഞ്ഞപ്പം ഡോൺലി സീവിനെ വിട്ടു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്ന സമയത്താണ് ട്രെയിനിൽ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ നിർത്തത്തില്ല. അത് കേൾക്കുന്ന ആ ബേക്തു സാന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അയാൾ ചെന്ന് അവിടുത്തെ ഇന്റർകോമിലൂടെ കാര്യം വിളിച്ചറിയിച്ചു. മര്യാദയ്ക്ക് ട്രെയിൻ അടുത്ത സ്റ്റോപ്പിൽ നിർത്തണം. അതിനിടയിലാണ് സീവുന് അവന്റെ അമ്മയുടെ കോള് വരുന്നത്. തീരെ വയ്യാതെയാണ് അവർ സംസാരിക്കുന്നത്. അവർ മെയിനായിട്ടും പറയുന്നത് സുവാനെ പൊന്നുപോലെ നോക്കണം എന്നാണ്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ ശബ്ദമൊക്കെ മാറി, അതൊരു മുരൾച്ചയായി. അപ്പൊ അമ്മയും സോംബിയായിട്ട് മാറി എന്ന കാര്യം സീവുന് മനസ്സിലായി. അയാൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. അങ്ങനെ ട്രെയിൻ ഇപ്പൊ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ച എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. കുറെ സോംബികൾ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. അതിനെ തുടർന്ന് അവരെല്ലാവരും സോംബികളായിട്ട് മാറി. ഈ ഒരു കാരണം കൊണ്ട് ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ പല ഭാഗങ്ങളും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സോംബികളുടെ ആക്രമണം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത അനൗൺസ്മെന്റ് വന്നത്. ട്രെയിൻ ബുസാനിലേക്ക് പോകത്തില്ല, ദേജോൻ എന്നൊരു സ്റ്റേഷൻ വരെ പോകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് ഇറങ്ങണം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി മിലിറ്ററിക്കാർ അവിടെ നിരന്നിട്ടുണ്ട്. ആ അനൗൺസ്മെന്റ് കേട്ടതിനെ തുടർന്ന് സുവാനെ അവിടെ നിർത്തി സീവു ഫോൺ ചെയ്യാൻ അപ്പുറത്തേക്ക് പോയി. സുവാൻ ഇപ്പൊ നിൽക്കുന്നത് ഡോൺലിയുടെയും ഭാര്യയുടെയും കൂടെയാണ്. അവരിപ്പോ നല്ല കമ്പനിയായി. സംഘം ഇപ്പൊ അവർക്ക് കഴിക്കാൻ വേണ്ടി മുട്ടായിക്ക് കൊടുത്തു. മാത്രമല്ല അവളുടെ വയറ്റിലെ കുഞ്ഞിനെയും സുവാന് പരിചയപ്പെടുത്തി. ഈ സമയം സീവു ഫോണിൽ വിളിച്ചത് ദേജോൺ എന്ന സ്ഥലത്തെ അവരുടെ കമ്പനിയിലെ സ്റ്റാഫിനെയാണ്. അവന്റെ പേര് മിൻ. എന്നിട്ട് സീവു അവന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. ആ ട്രെയിനിലാണെന്നും അവന്റെ കൂടെ അവന്റെ മകളും ഉണ്ട്. അതുകൊണ്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്നെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? അത് കേട്ട മിൻ പറയുന്നത്, സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മിലിറ്ററിക്കാരെല്ലാവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മെയിൻ ഗേറ്റിലൂടെ വരാതെ മറ്റൊരു വഴിക്ക് വാ, ഞാൻ എന്റെ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് മിൻ ഫോൺ കട്ട് ചെയ്തു. അത് കേട്ടപ്പം സീവുന് ശരിക്കും ആശ്വാസമായി. ഇനി കാര്യങ്ങളൊക്കെ മിൻ നോക്കിക്കോളല്ലോ. എന്നാൽ സീവു ഇപ്പൊ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആ പ്രാന്തനെ പോലെ ഇരിക്കുന്ന കാങ് ആണ്. സീവു അവനെ കണ്ടതുമില്ല. അങ്ങനെ ട്രെയിൻ ഇപ്പൊ ദേജോൺ സ്റ്റേഷനിൽ നിർത്തി. പറഞ്ഞതുപോലെ എല്ലാവരും ഇറങ്ങി. മറ്റാരും തന്നെ ആ പ്ലാറ്റ്ഫോമിലില്ല. എല്ലാവരും ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ ചുറ്റുപാടൊക്കെ വീക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ അവരിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എത്തി. അവിടെ കുറെ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ നേരെ മുന്നോട്ട് പുറത്തേക്കാണ് നടക്കുന്നത്. എന്നാൽ ഈ സമയം സീവു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവാനെയും കൂട്ടി ആ ബാരിക്കേഡുകളൊക്കെ മാറ്റി അതിനുള്ളിൽ കൂടെ വേറൊരു വഴി നടന്നു. ഡോൺലി അത് ശ്രദ്ധിക്കുകയും ചെയ്തു, ഇവനെന്താ ഈ വഴിക്ക് പോകണമെന്ന്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഒരുത്തരിപ്പോൾ സീവുവിന്റെ പുറകെ വരുന്നത്. അത് ആ കാങ് ആയിരുന്നു. അവന്റെ ആ വരവ് കണ്ടപ്പം സീവുന് ശരിക്കും ടെൻഷനായി. എന്താ നീ എന്റെ പുറകെ വരുന്നത്? അതേക്കുന്ന കാങ് പറയുന്നത്, നീ ഫോണിൽ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. ഇപ്പൊ ബാക്കിയുള്ളവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ക്വാറന്റൈനിലാക്കാൻ പോവല്ലേ? എനിക്ക് ക്വാറന്റൈനിൽ പോകാൻ താല്പര്യമില്ല. നിന്നെ രക്ഷിക്കാൻ വേറെ ആൾക്കാർ വരുന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരുന്നു. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്നാണ് കാങ് പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുവാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതെന്ത് പരിപാടിയാണെച്ചാ? നമുക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ കാര്യം അറിയിക്കണ്ടേ അവരെ ക്വാറന്റൈനിലാക്കാൻ പോവാണെന്ന്? നിങ്ങൾ ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കല്ലേ? അവൾ അങ്ങനെ പറഞ്ഞിട്ടും സീവു സമ്മതിച്ചില്ല. നീ എന്തിനാണ് ബാക്കിയുള്ളവരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അയാൾ അത് പറഞ്ഞപ്പം സുവാൻ ആണെങ്കിൽ ശരിക്കും കരഞ്ഞുപോയി. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമ്മ നിങ്ങളെ വിട്ടുപോയത് എന്നാണ് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അങ്ങനെ ആ സംസാരം അവിടെ നടക്കുമ്പോഴാണ് അവരുടെ നേരെ മുന്നിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പട്ടാളക്കാരൻ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും കാങ് അയാളുടെ അടുത്തേക്ക് ഓടി. അവൻ പോയത് കാണുമ്പോൾ സീവു അവന്റെ പുറകിലോടി. സുവാൻ ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഈ സമയം തന്നെ പുറത്തേക്ക് പോയ എല്ലാവരും ഇപ്പൊ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവരോട് പറഞ്ഞ പോലെ തന്നെ മിലിറ്ററിക്കാർ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും സോംബികളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ യാത്രക്കാർ ഇറങ്ങി വരുന്ന കണ്ടപ്പം ആ സോംബികൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ അവരെ പിടിക്കാൻ ഓടി. അത് കണ്ടതും എല്ലാവരും വന്ന വഴി തിരിച്ചു കയറാണ്.
എന്നാൽ കുറെ ആൾക്കാരെ സോംബികളൊന്ന് പിടിക്കുകയും ചെയ്തു. ഇതേസമയം കാങ് ആണെങ്കിൽ അങ്ങോട്ട് വന്ന പട്ടാളക്കാരന്റെ അടുത്തേക്ക് എത്തി. അയാളുടെ പുറകിലായിട്ട് സിയുവും വരുന്നുണ്ട്. അതിനിടയിൽ സിയു ഫോൺ എടുത്ത് ആ മിന്നിനെ വിളിച്ചു. ആ മിന്നാണ് ഇവിടെ ആൾക്കാർ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ സിയു വിളിച്ചപ്പോൾ മിന്നു പറയുന്നത് ഞാൻ എന്റെ ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല എന്ന്. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ട് വന്ന പട്ടാളക്കാരനെ ഒരു സോംബി ഒന്ന് പിടിക്കുന്നത്. അതിന്റെ പുറകെ വേറെ കുറെ സോംബികളും കൂടെ അങ്ങോട്ട് വന്നു. ഇതൊക്കെ കണ്ട് സിയു ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ മകൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അത് കണ്ടതും സിയു വേഗം മകളുടെ അടുത്തേക്ക് ഓടി. എന്നാൽ ഈ സമയത്താണ് ഒരു സോംബി സുവാനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ ആ സോംബി സുവാനെ തൊടുമ്പോഴേക്കും ഡോൺലി വന്ന ഒരു ഒറ്റയടി സോംബി തെറിച്ചുപോയി. അങ്ങനെ ഡോൺലി ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിൽ ഡോൺലിയുടെ ഭാര്യ വന്നിട്ട് സുവാനെ പിടിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി. ഈ സമയം സോംബികളൊക്കെ കൂടെ കൂട്ടത്തോടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ആ ബേസ്ബോൾ ടീം ഉണ്ടല്ലോ, അതിൽ 3 പേര് അവിടുത്തെ വാതിലിന്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. അവരിപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഡോൺലിയും കൂട്ടരും ആ വാതിലിന്റെ അപ്പുറത്തേക്ക് ഓടി. ഈ സമയം സിയു ആണെങ്കിൽ വേറൊരു സോംബിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അയാളിപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ആ സോംബിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതിനിടയിലാണ് കാങ് അങ്ങോട്ട് ഓടി വന്നിട്ട് സിയുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ സോംബിയുടെ തലയിലേക്ക് ഒരു ജാക്കറ്റ് ഇടുന്നത്. അത് കാരണം അതിന് കണ്ണ് കാണുന്നില്ല. ഈ ഒരു അവസരത്തിൽ സിയു ഓടുന്നു ഓടി. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ വാതിലിന്റെ അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ട് ഡോൺലി വേഗം വാതിലടച്ചു. അപ്പോഴേക്ക് സോംബികളെല്ലാം കൂട്ടത്തോടെ ആ വാതിലിന് അങ്ങോട്ട് എത്തി. അത് ഗ്ലാസിന്റെ വാതിലാണ്. ഇപ്പൊ ഡോൺലി ആണെങ്കിൽ ആ വാതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി മുകളിലത്തെ ലോക്ക് തിരിക്കുകയാണ്. സോംബികളാണെങ്കിൽ ആ വാതിൽ ഇങ്ങനെ തള്ളിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയം അവിടുന്ന് രക്ഷപ്പെട്ട കുറച്ച് പേര് അവർ വന്ന ട്രെയിനിലേക്ക് തന്നെ കയറി. എന്നാൽ ഈ സമയം അതിനകത്ത് സോംബികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ വാതിൽ തുറന്നപ്പം ആ സോംബികളൊക്കെ കൂടെ വന്നിട്ട് അവന്മാരെല്ലാവരും അറ്റാക്ക് ചെയ്തു. ആ സോംബികളൊക്കെ പുറത്തേക്ക് ഓടി. ഇതെല്ലാം മുകളിൽ നിന്നും ഡോൺലിയുടെ ഭാര്യയായ സംഘം കാണുന്നുണ്ട്. ആ സോംബികളൊക്കെ അവിടുന്ന് പോയത് കാണുമ്പോൾ അവൾ വേഗം സുവാനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ആ ട്രെയിനിൽ കയറാൻ വേണ്ടി. അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ട്രെയിനിന്റെ പല ഭാഗങ്ങളിലായിട്ട് കയറി. അതിനിടയിൽ ആ ക്രൂ മെമ്പേഴ്സിന്റെ ക്യാപ്റ്റനും പിന്നെ ആ ബേസ്ബോൾ ടീമിലെ ലേഡി ഉണ്ടല്ലോ ജിൻ, അവളും കൂടെ എല്ലാവരും അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ആ ട്രെയിനിന്റെ അകത്തുണ്ടായിരുന്ന ബോക്തുസാൻ അങ്ങോട്ട് വന്നു. അയാൾ എന്നിട്ട് ക്യാപ്റ്റനോട് ചൂടാവാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ളവർ വിളിക്കുന്നത്? നമ്മൾ രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾ ട്രെയിൻ എടുക്കാൻ വിളിച്ചു പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്തുസാൻ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അത് കാണുന്ന ക്യാപ്റ്റൻ അയാൾ പിടിച്ച് ഒറ്റ തള്ളു കൊടുത്തു. എന്നിട്ട് പറയുന്നത് തനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ, വേറെ ആൾക്കാർ വരുന്ന കണ്ടില്ലേ? അതേക്കുന്ന ബോക്തുസാന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആ ട്രെയിനിലേക്ക് ഓടി കയറുന്ന സമയത്താണ് മുകളിലത്തെ നിലയിലെ ഗ്ലാസ് ഒക്കെ തകർത്തുകൊണ്ട് സോംബികൾ താഴേക്ക് ചാടുന്നത്. ആ സോംബികൾ എല്ലാവരും നേരെ വന്ന് വീഴുന്നത് ആ ട്രെയിനിന്റെ മുകളിലേക്കാണ്. കുറെ എണ്ണം അപ്പം തന്നെ ചത്തുപോയി. അതിൽ ഒരു സോംബി വന്ന് വീഴുന്നത് ആ ചേച്ചി അനിയത്തി ഉണ്ടല്ലോ അവരുടെ ഇടയിലേക്കാണ്. ആ ട്രെയിനിൽ വന്ന് ഇടിച്ചപ്പോൾ ആ സോംബിയുടെ ഒരു കൈ ഒടിഞ്ഞുപോയി. ഇത് കാണുന്ന സംഘവും സുവാനും ഓടി വന്നിട്ട് ചേച്ചിയെ പിടിച്ചു. എന്നിട്ട് അവരെയും കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഓടി. ഇപ്പൊ കൈ ഒടിഞ്ഞ സോംബി അവരുടെ പുറകെ പോവാണ്. അപ്പുറത്താണ് അനിയത്തിരിക്കുന്നത്. അവരവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ജിന്നും ക്യാപ്റ്റനും കൂടെ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് അവരെ പിടിച്ച് മറ്റൊരു ബോഗിയിലേക്ക് കയറി. ഈ സമയം സംഘവും സുവാനും ആ ചേച്ചിയും കൂടെ ആ ബോഗിയിലേക്ക് കയറി വാതിലടക്കുമ്പോഴാണ് ആ കാങ് അങ്ങോട്ട് വരുന്നത്. അവന്റെ പുറകിലായിട്ട് സോംബികളും വരുന്നുണ്ട്. അവർ വേഗം തന്നെ അവനെ അകത്തേക്ക് കയറ്റി ആ വാതിൽ ക്ലോസ് ചെയ്തു. ഇപ്പോഴും ഡോൺലിയും സിയും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ സമയം ആ ബോക്തുസാൻ ആ ക്യാപ്റ്റനെ പിടിച്ചു. എന്നിട്ട് അയാൾ പിന്നെയും ബഹളം വെക്കാണ്. മര്യാദയ്ക്ക് ട്രെയിൻ എടുക്കാൻ വിളിച്ചു പറഞ്ഞോ എന്നാണ് ബോക്തുസാൻ പറയുന്നത്. അത് കേൾക്കുന്ന ജിൻ അതിലിടപെട്ടു. അതെങ്ങനെയാണ് ഇപ്പൊ ട്രെയിൻ എടുക്കുന്നത്? ഇനിയും ആൾക്കാർ വരാനുണ്ട് എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ബോക്തുസാൻ സമ്മതിക്കുന്നില്ല. അതെന്താ നമുക്കാർക്കും രക്ഷപ്പെടണ്ടേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ ആ ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തി. നിവൃത്തിയില്ലാതെ ക്യാപ്റ്റൻ വയർലെസ് എടുത്ത് ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് വേഗം ട്രെയിൻ എടുക്കാൻ. ഈ സമയം ഡോൺലി ആണെങ്കിൽ ആ വാതിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ വാതിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് എല്ലാവരും മുന്നോട്ടോടി. എന്നാൽ ഓടി അടുത്ത സെക്കൻഡിൽ സോംബികൾ എല്ലാവരും കൂടെ ആ വാതിൽ മൊത്തം പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് അവരുടെ പുറകെ ഓടി. ഈ സമയമാകുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു. സിയും കൂട്ടി അത് കാണുകയും ചെയ്തു. അങ്ങനെ ആദ്യം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത് ആ ബേസ്ബോൾ ടീമിലെ 3 പിള്ളേരാണ്. എന്നാൽ 2 പേരെ സോംബികളെ ഒന്ന് പിടിച്ചു. ഇനിയിപ്പോൾ ആ ജിന്നിന്റെ ബോയ് ഫ്രണ്ടായ യോങ് മാത്രമേ ബാക്കിയുള്ളൂ. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ചവിടിരിക്കുകയാണ്. ഈ സമയത്താണ് സിയു അവന്റെ അടുത്തേക്ക് വരുന്നത്. അയാൾ പവനെ എടുത്തുകൊണ്ട് ട്രെയിനിന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ സിയു പെട്ടെന്ന് തന്നെ യോങ്ങിനെയും കൊണ്ട് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറി. ഡോൺലി ആണെങ്കിൽ അവരുടെ പുറകെയാണ് വരുന്നത്. അങ്ങനെ അവനെ രക്ഷിക്കാൻ വേണ്ടി സിയു അവനെ കൈ കാണിച്ചു. എന്നാൽ അതിനിടയിലാണ് സോംബികൾ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ഡോൺലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലീസുകാരുടെ ഒരു ഷീൽഡും വടിയും വീണ് നടക്കുന്നുണ്ട്. അവൻ അത് ചെന്ന് എടുത്തിട്ട് ആ സോംബികളെ മൊത്തം അടിച്ചു വീഴ്ത്താണ്. അതിനെ തുടർന്ന് സിയുവിന്റെ കൈ പിടിച്ച് ഡോൺലിയും ട്രെയിനിന്റെ അകത്ത് കയറി. ഇപ്പൊ ഡോൺലിയും കൂട്ടി നിൽക്കുന്നത് 9ാമത്തെ ബോഗിയിലാണ്. ഇതേസമയം അവന്റെ ഭാര്യയായ സംഘും കൂട്ടി നിൽക്കുന്നത് 13ാമത്തെ ബോഗിയിലും. സംഘ് ഇപ്പം ഡോൺലിയെ വിളിക്കാൻ വേണ്ടി അവളുടെ ഫോൺ എടുത്തു. എന്നാൽ അത് കണ്ടതും കാങ് അവളെ തടഞ്ഞു. കാരണം അവർക്ക് മുന്നിലായിട്ട് കുറച്ച് സോംബികൾ നിൽക്കുന്നു. അവരെല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ അവറ്റകൾ ഇങ്ങോട്ട് തിരിയും. അതുകൊണ്ട് സംഘം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നൈസായിട്ട് ബാത്റൂമിന്റെ അടുത്തേക്ക് ചെന്നു. ബാത്റൂമിൽ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അതുകൊണ്ട് അവൾ എല്ലാവരോടും ബാത്റൂമിലേക്ക് കയറാൻ പറയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബാത്റൂമിലേക്ക് കയറി. എന്നാൽ സംഘ് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു സോംബി അങ്ങോട്ട് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൾ കയറിയിട്ട് വാതിലടച്ചു. എന്നാൽ മുഴുവനായിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ ആ സോംബി അകത്തേക്ക് തലയിട്ടു. ഈ സമയം ശബ്ദം കേട്ട് ബാക്കിയുള്ള സോംബികളും കൂടെ വന്നു. എല്ലാവരും കൂടെ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണ്. ബാത്റൂമിൽ അകത്ത് നിൽക്കുന്നവരോ ആ വാതിൽ അടയ്ക്കാനും. ഈ സമയം ബോക്തുസാനും കൂട്ടി നിൽക്കുന്ന ബോഗിയിൽ 2 ആൾക്കാർ അവിടെ മൊത്തം പുകയടിച്ചു. അത് കാരണം സോംബികൾക്ക് അവരെ കാണാൻ പറ്റത്തില്ല. ഈ സമയത്താണ് ഡ്രൈവറുടെ അനൗൺസ്മെന്റ് വരുന്നത്. അയാൾ പറയുന്നത് ഇനി ട്രെയിൻ എവിടെയും നിർത്തുന്നല്ല, നേരെ ബുസാനിലേക്കാണ് പോകുന്നതെന്നാണ്.
അത് കേൾക്കുമ്പോൾ ബോക്തുസാൻ വയർലെസ് മേടിച്ചിട്ട് ആ ട്രെയിൻ ഡ്രൈവറെ വിളിച്ചു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വേഗം ബുസാനിലേക്ക് വിട്, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് ബോക്തുസാൻ പറയുന്നത്. അതിനിടയിൽ ജിന്നിന് കോൾ വന്നു. അവൾ നോക്കുമ്പോൾ യോങ് ആണ്. അവൻ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവൾ കരഞ്ഞുപോയി. ഈ സമയം യോങ്ങും അവളോട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ മരിച്ചല്ലോ, ആ കാര്യമാണ് അവൻ പറയുന്നത്. ഈ സമയത്താണ് ഡോൺലിക്ക് കോൾ വരുന്നത്. അത് സുവാനായിരുന്നു. സംഗിന്റെ ഫോൺ എടുത്തിട്ടാണ് അവൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അവൾ അതൊരു വല്ലാണ്ട കരയാണ്. അതിനെ തുടർന്ന് സംഗ് ഇപ്പോൾ ഫോൺ മേടിച്ചു. എന്നിട്ട് അവൾ പറയുന്നത്, ഞങ്ങൾ 13ാമത്തെ ബോഗിയിലുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാന്നാണ്. അവർ ഈ സംസാരിക്കുന്നൊക്കെ സിയുവും കേട്ടു. മകള് സേഫ് ആണെന്ന് അറിയുമ്പോൾ അയാൾക്ക് ആശ്വാസമായി. പക്ഷെ 9ാമത്തെ ബോഗിയിൽ നിന്നും 13ാമത്തെ ബോഗിയിലേക്ക് പോകണം. അതായത് 4 ബോഗികൾ കടന്നു പോകണം. എന്നാൽ ഓരോ ബോഗികളിലും നിറയെ സോംബികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് യോങ് അവന്റെ ബാഗ് എടുക്കുന്നത്. അവൻ അതിൽ നിന്ന് തുണിയെടുത്ത് അവന്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റാണ്. ആ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. കയ്യിൽ കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ തുണി കയ്യിൽ കിട്ടുന്നത്. അത് തന്നെയാണ് നല്ലത് എന്ന് ഡോൺലിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡോൺലി അവന്റെ ജാക്കറ്റ് അഴിച്ചു. എന്നിട്ട് അവനും കയ്യിൽ തുണിയുറ്റാണ്. അതിനുശേഷം അവൻ അവന്റെ പ്ലാൻ പറഞ്ഞു. ഞാൻ മുന്നിൽ പോവും, എന്റെ പുറകിലായിട്ട് യോങ് വരണം, അവന്റെ പുറകിൽ സിയു, എല്ലാത്തിനും ഇടിച്ച് നിരത്തിയേക്ക്. അത്രയും കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്തതിനു ശേഷം അവരിപ്പോൾ റെഡിയായി. അങ്ങനെ വേഗം തന്നെ അടുത്ത ബോഗിലേക്ക് കയറി അവർ ആ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലാത്തിനും ഇടിച്ചിട്ടതിന് ശേഷം അവർ അടുത്ത ബോഗിലേക്ക് കടന്നു. എന്നാൽ അടുത്ത ബോഗിലേക്ക് കയറി നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ആ ബേസ്ബോൾ ടീമിലെ പിള്ളേരാണ്. അത് കാണുമ്പോൾ യോങ്ങിന് ഭയങ്കര സങ്കടമായി. അവന്റെ ഫ്രണ്ട്സ് ആണല്ലോ അവര്, സോംബികളാണെങ്കിലും അവരെ അടിക്കാൻ തോന്നില്ല. എന്നാൽ ഡോൺലിക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവൻ ചെന്നിട്ട് ആ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കൂടെ സിയു. അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിൻ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് കയറുന്നത്. അതോടുകൂടെ അതിനകത്ത് ഇരുട്ടായി കഴിഞ്ഞതും സോംബികളൊക്കെ സ്റ്റക്കായി. അവറ്റകൾക്ക് കണ്ണ് കാണാത്ത പോലെ. ഈ സമയത്താണ് മുകളിൽ നിന്ന് കുറെ ബോളുകൾ താഴേക്ക് വീഴുന്നത്. എന്നാൽ ആ ശബ്ദം കേട്ടപ്പം സോംബികളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ശബ്ദത്തിന് നേരെയാണ് ഇവറ്റകൾ വരുന്നത് എന്ന കാര്യം ഡോൺലിക്കും കൂട്ടർക്കും മനസ്സിലായി. ഈ സമയം സിയു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേസ്ബോൾ സ്റ്റിക്ക് എടുത്തിട്ട് കുറച്ച് അപ്പുറത്തൊരു അടി കൊടുത്തു. അതിന് തുറന്ന് സോംബികളെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. ഈ ഒരു ഗ്യാപ്പിൽ അവർ വേഗം തന്നെ അടുത്ത ബോഗിയിലേക്ക് കയറി. അപ്പോഴേക്കും ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് വെളിയിലേക്ക് വരികയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു ബോഗിയും കൂടെ അവർക്ക് ക്രോസ് ചെയ്യാനുണ്ട്. നോക്കുമ്പോൾ അതിനകത്ത് നിറയെ സോംബികളാണ്. ഈ സമയം സിയുവിന് ഒരു ഐഡിയ തോന്നി. അവനിപ്പോൾ ഡോൺലിയുടെ ഫോൺ മേടിച്ചു. അവന്റെ നമ്പർ സിയുവിന്റെ ഫോണിൽ ഡയൽ ചെയ്യാണ്. അപ്പോഴേക്കും ട്രെയിൻ അടുത്ത തുരങ്കത്തിലേക്ക് കയറി. ഈ ഒരു ഗ്യാപ്പിൽ അവർ വേഗം തന്നെ അടുത്ത ബോഗിയിൽ കയറി. എന്നിട്ട് അവിടുത്തെ സീറ്റിന്റെ ഇടയിലേക്ക് മറിഞ്ഞിരുന്നിട്ട് ഡോൺലിയുടെ ഫോൺ എടുത്ത് കുറച്ച് അപ്പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് കോൾ ചെയ്യാണ്. ആ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ സോംബികളെല്ലാവരും ഫോണിന്റെ അടുത്തേക്ക് ഓടി. ഈ ഒരു ഗ്യാപ്പിൽ ഡോൺലിയും കൂട്ടർ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഇത്തവണ ഫൈറ്റ് ചെയ്യാതെ തന്നെ അവർക്ക് അടുത്ത ബോഗിയിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ ഡോൺലി ചെന്നിട്ട് ആ ബാത്റൂമിന് വാതിൽ മുട്ടി. വാതിൽ തുറന്നത് സംഘായിരുന്നു. ഡോൺലിയെ കാണുമ്പോഴാണ് അവർക്ക് ശരിക്കും ആശ്വാസം വന്നത്. മകളെ കണ്ടപ്പോൾ സിയുവിന് സന്തോഷമായി. ഈ സമയത്താണ് ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അതോടൊപ്പം അവിടെ ലൈറ്റ് വേണം. അത് കണ്ടതും അവർ 2 ടീമായിട്ട് 2 ബാത്റൂമിലേക്ക് കയറി. ശബ്ദം കേട്ട് ഒരു സോംബി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നുമില്ല. അങ്ങനെ ബാത്റൂമിൽ നിൽക്കുന്ന സമയം ഡോൺലി സിയുവിന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. തന്റെ മോളോട് സംസാരിച്ചതിൽ നിന്നും താൻ തന്റെ മോളുടെ കൂടെ അധിക സമയം അങ്ങനെ ചെലവിടാറില്ലല്ലേ. എന്റെ പൊന്നു ബ്രോ, അവള് വളർന്നു വരുന്ന സമയമാണ്. ഇപ്പൊ നീ അവളുടെ കൂടെ കുറച്ച് സമയമൊക്കെ ചെലവിടാൻ നോക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ നീ ഒരുപാട് ഖേദിക്കേണ്ടി വരും. അവൻ അങ്ങനെ പറഞ്ഞപ്പം സിയുവിന് അത് വിഷമാവുകയും ചെയ്തു. ഈ സമയം യോങ് അവന്റെ ഫോൺ എടുത്ത് ജിന്നിന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കാണുമ്പോൾ ജിന്നിന് ഭയങ്കര സന്തോഷമായി. അതിലവൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുള്ള ബോഗിലേക്ക് വരുന്നതാണ്. അവൾ തുള്ളിച്ചാടിക്കൊണ്ട് ആ കാര്യം ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു. എന്റെ ഫ്രണ്ടും ടീമും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്നാൽ അത് കേൾക്കുമ്പോൾ ബോക്തുസാൻ അതിൽ ഇടപെട്ടു. ഒരു കാരണവശാലും അവരിങ്ങോട്ട് കയറ്റത്തില്ല, അവരെല്ലാവരും ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അവൾ ക്യാപ്റ്റനോട് പറഞ്ഞു നോക്കി. പക്ഷെ ക്യാപ്റ്റനും കൂട്ടർക്കും ആ ബോക്തുസാന്റെ കൂടെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. കാരണം അവർക്കൊന്നും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ സമയമാകുമ്പോഴേക്കും ട്രെയിൻ ഒരു തുരങ്കത്തിലേക്കും കൂടെ കയറി. അങ്ങനെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പം അവർ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറി. നിറയെ സോംബികളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ആ ലഗേജ് വെക്കുന്ന ഭാഗത്തൂടെ പോവാം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പം ആ ലഗേജ് വെക്കുന്ന സ്ഥലത്തേക്ക് കയറി. എന്നിട്ട് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാണ്. അങ്ങനെ അവസാനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പം സിയു ഒരു ബാഗ് എടുത്ത് പുറകിലേക്ക് ഇട്ടു. അതിന് തുറന്ന് സോംബികളെല്ലാവരും ആ ബാഗ് വീണ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. ഈ ഒരു ഗ്യാപ്പിൽ എല്ലാവരും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് വേഗം തന്നെ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കിടക്കാണ്. അവസാനത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നത് കാങ് ആയിരുന്നു. അയാൾ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അയാൾ താഴേക്ക് വീണു. ആ ശബ്ദം കേട്ടതും സോംബികൾ പങ്കിട്ട് തിരിഞ്ഞു. പക്ഷെ അയാൾ കിടക്കുന്നത് ഒരു സീറ്റിന്റെ ഇടയിലാണ്. ഈ സമയം അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സിയു കാങ്ങിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ അപ്പോഴേക്കും ട്രെയിൻ തുരങ്കത്തിന് വെളിയിലേക്ക് വന്നു. പ്രകാശം വന്നതും സിയുവും കാങ്ങും കൂടെ ഓരോരോ സീറ്റിന്റെ ഇടയിലേക്ക് പതുങ്ങിയിരുന്നു. ഇപ്പൊ സോംബികളെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എങ്കിലും സോംബി ഇപ്പം അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. സിയു ആണെങ്കിൽ ഒരു ബേസ്ബോൾ സ്റ്റിക്കും പിടിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ അവരുടെ തൊട്ടടുത്ത് വരെ വന്നതിന് ശേഷം ആ സോംബി അവിടെ തിരിച്ചു നടന്നു. ഈ ഒരു ഗ്യാപ്പിൽ അപ്പുറത്തേക്ക് ഓടാനാണ് സിയു ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവനത് കാങ്ങിനോട് പറയുകയും ചെയ്തു. എന്നിട്ട് അവൻ 3 വരെ എണ്ണി. പക്ഷെ ഓടാൻ അവിടെ നിന്ന് എഴുന്നേറ്റതും കാങ് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ക്യാനിൽ ചവിട്ടി. ആ ശബ്ദം കേട്ടപ്പോൾ സോംബികളെല്ലാവരും വീണ്ടും തിരിഞ്ഞു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ സിയുവും കാങ്ങും ഓടി. അങ്ങനെ പെട്ടെന്ന് അവർ ഓടി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കിടന്നു. ഡോൺലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കയറി കഴിഞ്ഞപ്പം അവൻ ആ വാതിൽ അങ്ങോട്ട് അടച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു സോംബി വന്നിട്ട് കൈയിട്ടു. അതിന് പുറകിലായിട്ട് ബാക്കി സോംബികളും. അതുകൊണ്ട് ഡോൺലിക്ക് ആ വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് അവൻ അതിങ്ങനെ തള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ ഇവര് നിൽക്കുന്ന ഈ ബോഗിയുടെ അപ്പുറത്തെ ബോഗിയിലാണ് ആ ബോക്തിസാനും ടീമും ഉള്ളത്. പക്ഷെ അവർ വാതിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. യോങ് ചെന്നിട്ട് എത്ര വാതിലും മുട്ടിയിട്ടും അവർ വാതിൽ ഓർക്കുന്നില്ല. ഇനിയിപ്പോൾ ആ ബോഗിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ ആ വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടി അവർ തുണിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ജിന്ന് നിലവിളിക്കാതിരിക്കാൻ അവരുടെ വായിൽ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ സമയം യോങ് അവന്റെ ഫോൺ എടുത്തിട്ട് ജിന്നിന്റെ ഫോണിലേക്ക് വിളിച്ചു. നിലത്ത് കടന്നിട്ട് അവരുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. എന്നാൽ അത് കാണുന്ന ബോക്തിസാൻ ആ ഫോൺ അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ചു. ഇതേ സമയം തന്നെ ഡോൺലി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സിയു ഇപ്പൊ ഡോൺലിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് ആ വാതിലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട സോംബികൾക്കിട്ട് അടിക്കുകയാണ്. അതിനിടയിൽ അപ്പുറത്തെ വാതിൽ തുറക്കാത്ത കാരണം യോങ് അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് ആ വാതിലും തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു സോംബി ഡോൺലിയുടെ കയ്യിൽ കയറി കടിക്കുന്നത്. അത് കാണുന്ന സിയു ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഡോൺലി സോംബിയാവും. അവൻ സോംബി ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. സോംബിയുടെ കിൻഡലടി കാണേണ്ടി വരും. കടി കിട്ടിയെങ്കിലും ഡോൺലി പിടിവിടാതെ ആ വാതിലും തള്ളിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ യോങ് ആണെങ്കിൽ അപ്പുറത്തെ വാതിൽ തല്ലിപ്പൊളിച്ചു. എന്നാൽ അത് കാണുന്ന ബോക്തിസാൻ ഓടി വന്നിട്ട് വേറൊരു വാതിൽ ക്ലോസ് ചെയ്തു. എന്നാൽ അത് അടയ്ക്കുന്നതിന് മുമ്പ് യോങ് ചെന്ന് അതിന്റെ ഇടയിൽ കൈയിട്ടു. എങ്കിലും ആ ബോക്തിസാൻ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അപ്പൊ അയാൾ ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരും കൂടെ വന്നിട്ട് ബോക്തിസാന്റെ കൂടെ നിന്നു. ഈ സമയത്താണ് അവിടെ സീറ്റിൽ ഇരുന്നിരുന്ന അനിയത്തി അപ്പുറത്തെ ബോഗിയിൽ നിൽക്കുന്ന അവളുടെ ചേച്ചിയെ കാണുന്നത്. അത് കണ്ടത് അവൾ എഴുന്നേറ്റിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. അവളുടെ പുറകെ ജിന്നു ഓടി. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ചേർന്ന് ബോക്തിസാനെയും കൂട്ടിനും പിടിച്ചു മാറ്റാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഡോൺലിക്ക് കടി കിട്ടിയത് സംഗും കണ്ടു. അവൾ വേഗപ്പെട്ട് ഡോൺലിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ അത് കണ്ടതും ഡോൺലി വിളിച്ചു പറഞ്ഞു, അടുത്ത് സംഗ് എന്റെ അടുത്തേക്ക് വരരുത്. അതേക്കുന്ന സംഗ് ആണെങ്കിൽ വളരെ സങ്കടത്തോടെ അവിടെ തന്നെ നിന്നു. ഈ സമയം ഡോൺലി സിയുവിനോട് പറയുന്നത്, നീ എന്തുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്? നീ വേഗം പുറകിലേക്ക് ചെന്നേ, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചേക്കണം, എന്റെ ഭാര്യയ്ക്ക് ഇനി വേറെ ആരുമില്ല, അതുകൊണ്ട് അവളെയും കൂടെ നീ നോക്കിയേക്കണം കേട്ടോ. ഡോൺലി അത് പറഞ്ഞു കഴിഞ്ഞപ്പം സിയുവിനും ഭയങ്കര സങ്കടമായി. അങ്ങനെ അവൻ വേഗം തന്നെ സംഗിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളെയും വിളിച്ചോണ്ട് അപ്പുറത്തെ ബോഗിയിലേക്ക് പോവാണ്. നിലവിളിച്ചുകൊണ്ടാണ് സംഘം അവന്റെ കൂടെ പോയത്. ഈ സമയത്താണ് ആ വാതിലും പൊളിച്ചുകൊണ്ട് സോംബികളൊക്കെ കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഡോൺലി നെഞ്ചും പിരിച്ച് അവന്മാരെല്ലാവരെയും തടഞ്ഞു നിർത്തി. അതിനിടയിൽ ആ സോംബികൾ ഡോൺലി വീണ്ടും കടിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവനും സോംബിയാവാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്ക് സിയും കൂട്ടിനും ചെന്ന് അപ്പുറത്തെ വാതിൽ തുറന്നിട്ട് ആ ബോഗിയിലേക്ക് കയറി. എന്നാൽ ഏറ്റവും പുറകിലുണ്ടായിരുന്നത് ആ ചേച്ചിയായിരുന്നു. അവർക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴേക്ക് സോംബികൾ വന്നിട്ട് അവർ പിടിച്ചു. ഇതെല്ലാം ആ ബോഗിലിരിക്കുന്ന അനിയത്തി കണ്ടു. അവർക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ സോംബി ആ ചേച്ചിയെ പിടിച്ചു കഴിഞ്ഞ് ഒരു സോംബി ഉള്ളിലേക്ക് കയറി വരാൻ തുടങ്ങുമ്പോൾ സിയു വേഗം ചെന്നിട്ട് ആ വാതിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയവർക്കിടയിൽ ഇപ്പൊ ഒരു പ്രശ്നം. ബേക്തുസാനും കൂട്ടരും സിയുവും ടീമിനോടും പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് സിയുവും കൂട്ടരും അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോയി. അതിനെ തുടർന്ന് ബേക്തുസാന്റെ ടീമിലുള്ളവർ അതിന് വാതിലടക്കുകയും ചെയ്തു. അതിൽ ഈ സമയം അനിയത്തി അവിടെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ആ സോംബികളുടെ കൂട്ടത്തിൽ ചേച്ചി നിൽക്കുന്നു. ചേച്ചി ഇപ്പൊ സോംബിയായിട്ട് മാറി. എന്നപ്പോ ചേച്ചിയെ കണ്ടതും അനിയത്തി ചെന്നിട്ട് ആ വാതിൽ അങ്ങോട്ട് തുറന്നു. അതിനെ തുറന്ന് സോംബികൾ എല്ലാവരും ഇങ്ങോട്ട് കയറി. പിന്നീട് സിവും കൂട്ടരും കേൾക്കുന്നത് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്നുള്ള സോംബികളുടെ അലർച്ചയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിൽ സിയു ഇപ്പം മകളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നത്, മോള് വിഷമിക്കണ്ട, ഞാൻ ഉറപ്പായിട്ടും മോളെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കും. അതേക്കുമ്പോൾ അച്ഛനൊരു കാര്യം അറിയോ? അച്ഛൻ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പകുതിക്ക് വെച്ച് നിർത്തിയതെന്ന്? ഞാൻ ആ പാട്ട് പഠിച്ചു തന്നെ അച്ഛന് പാടി കേൾപ്പിക്കാനാണ്. അച്ഛൻ ആ പരിപാടിക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് പാടി തുടങ്ങിയത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അച്ഛൻ അതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് മുഴുവിക്കാതിരുന്നത് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സിയുവിനും ഭയങ്കര സങ്കടമായി. അങ്ങനെ മകളോട് സംസാരിച്ചതിന് ശേഷം അയാൾ ഫോൺ എടുത്തിട്ട് അയാളെ ഭാര്യയെ വിളിച്ചു. എന്നാൽ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് അയാൾ കിമ്മിനെയാണ് വിളിക്കുന്നത്, കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചോണ്ട്. എന്നാൽ ഈ സമയം കിമ്മ് മറുപടി പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. നമ്മൾ അന്ന് രക്ഷിച്ചൊരു കമ്പനിയില്ലേ, ആ കമ്പനിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവിടെ നിന്ന് ലീക്കായ കെമിക്കൽ കാരണമാണ് ഈ സോംബികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം നമ്മളാണ് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നമ്മളൊന്നുമല്ല, നമ്മൾ നമ്മുടെ ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് സിയു അയാളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അയാളും വല്ലാണ്ട് കരയാണ്. ഇതേസമയം തന്നെ ട്രെയിൻ ആണെങ്കിൽ മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തി. ഡ്രൈവർക്ക് ഇപ്പോൾ അവിടെ വണ്ടി നിർത്തേണ്ടി വന്നു. കാരണം ആ ട്രാക്കിൽ ഒരു ട്രെയിനിന് ബോഗി അടക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ ട്രെയിൻ നിർത്തി ബാക്കിയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. ഇവിടെ ട്രാക്ക് ബ്ലോക്കായി കിടക്കാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ട്രെയിൻ നോക്കേണ്ടി വരും. ഞാൻ വേറെ ഏതെങ്കിലും ട്രെയിൻ ഇവിടെ കിടപ്പുണ്ടോ നോക്കട്ടെ, അതുവരെ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കും എന്നാണ് അയാൾ ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. എന്നാൽ ഇതെല്ലാം ആ സോംബികളുടെ ബോഗിയിലുള്ള മറ്റു രണ്ടുപേരും കൂടെ കേൾക്കുന്നുണ്ട്. അത് ആ ബേക്തുസാനും ക്യാപ്റ്റനുമാണ്. അവർക്ക് സോംബികളുടെ കടി കിട്ടിയിട്ടില്ല. അവർ രണ്ടുപേരും ഇപ്പൊ ബാത്റൂമിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം ഡ്രൈവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വേറൊരു ട്രെയിനിലേക്ക് കയറി. അത് അയാൾ നോക്കുമ്പോൾ അതിനകത്ത് സോംബികളാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ നേരെ യാർഡിലേക്ക് പോയി. ഇതേസമയം തന്നെ സിയും കൂട്ടരും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വഴി പോകാൻ പറ്റുമോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയം ഡ്രൈവർ ആ യാർഡിലേക്ക് എത്തി. അവിടെ 2 എഞ്ചിൻസ് കിടപ്പുണ്ട്. അയാൾ ആദ്യം ഒരു എഞ്ചിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അതിനകത്ത് ഡ്രൈവർ ഇപ്പോൾ സോംബിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത എഞ്ചിനിലേക്ക് കയറി. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അയാൾ വേഗം ആ എഞ്ചിന് സ്റ്റാർട്ടാക്കിയിട്ട് മുന്നോട്ടെടുത്തു. ഈ സമയം ബാത്റൂമിൽ നിൽക്കുന്ന ബേക്തുസാൻ പതുക്കെ വാതിൽ തുറന്നു. എന്നിട്ട് അയാളുടെ കൂടെയുള്ള ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അവനെ പിടിച്ചിട്ട് ആ സോംബികൾ കിട്ടുകൊടുത്തിട്ട് അയാൾ വേഗം വെളിയിലേക്ക് ഇറങ്ങി ഓടി.
ഈ സമയം സിയുവും കൂട്ടരും അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി നടക്കുകയാണ്. അതിനിടയിൽ ആ ട്രെയിനകത്ത് നിൽക്കുന്ന ആ സോംബികളൊക്കെ കാണാം. ഈ സമയത്താണ് ആ എഞ്ചിൻ ഓടിക്കുന്ന ട്രെയിൻ ഡ്രൈവർ ഒരു കാഴ്ച കാണുന്നത്. അയാൾക്കെതിരെയുള്ള അടുത്ത ട്രാക്കിലൂടെ മറ്റൊരു എഞ്ചിൻ വരുന്നു. അത് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട അയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ ആ എഞ്ചിൻ വളരെ വേഗത്തിൽ വന്നിട്ട് അപ്പുറത്തൊരു ട്രെയിനിലേക്ക് ഇടിച്ചു കയറി. അതിനെ തുറന്ന് അതവിടെ മറയുകയും ചെയ്തു. ഈ സമയം ഇതെല്ലാം ആ യോങ്ങും ജിന്നും കാണുന്നുണ്ട്. അവരിപ്പോൾ ഒറ്റപ്പെട്ട് വേറൊരു ഭാഗത്താണ്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരിപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിലേക്ക് കയറി അപ്പുറത്തേക്ക് ഇറങ്ങാം എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ നോക്കുമ്പോൾ അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഈ സമയം അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക എടുത്തിട്ട് യോങ് ആ ഡോർ തല്ലി പൊളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ട്രെയിനകത്തേക്ക് ബേക് തുസാൻ വരുന്നത്. അയാളുടെ പുറകിലായിട്ടൊരു സോംബി ഉണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് കയറി ഉടനെ തന്നെ ജിന്നിനെ പിടിച്ച സോംബിക്ക് ഇട്ട് കൊടുത്തു. അതിനെ തുടർന്ന് സോംബി അവളുടെ കാലിൽ കടിക്കുകയും ചെയ്തു. അത് കാണുമ്പോൾ യോങ് വേഗം ജിന്നിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ സോംബി അടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ സോംബി അടിച്ചിട്ട് കഴിയുമ്പോഴേക്കും ജിന്നാണെങ്കിൽ ഇൻഫെക്റ്റഡ് ആയി. അത് കാണുമ്പോൾ അവൻ വളരെ സങ്കടത്തോടെ അവളെ എടുത്തിട്ട് അവനെ മടിയിലേക്ക് കടത്തി. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൾ സോംബി ആയിട്ട് മാറി അവനെ കടിക്കുകയും ചെയ്തു. ഇതേസമയം ബേക് തുസാൻ ആണെങ്കിൽ ആ എഞ്ചിന്റെ അടുത്തേക്ക് ഓടാണ്. അയാളുടെ പുറകിൽ കുറെ സോംബികളും വരുന്നുണ്ട്. ഈ സമയം അയാളങ്ങോട്ട് ഓടി വരുന്നത് ഡ്രൈവറും കണ്ടു. അതിനിടയിലാണ് ബേക് തുസാൻ കാല് തെറ്റി താഴേക്ക് വീഴുന്നത്. അയാൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അത് കാണുന്ന ഡ്രൈവർ ഇറങ്ങി അയാളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വന്നു. എന്നാൽ പെട്ടെന്നാണ് ഒരു സോംബി വന്നിട്ട് അങ്ങോട്ട് ചാടി വീഴുന്നത്. അതിപ്പോൾ രണ്ടുപേരെയും പിടിച്ചു. എന്നാൽ ബേക് തുസാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവർ ആ സോംബിക്ക് ഇട്ടെടുത്തു. അതിനുശേഷം അയാൾ വേഗം ആ എഞ്ചിനിലേക്ക് ഓടി. ഈ സമയമാകുമ്പോഴേക്ക് ബാക്കിയുള്ള സോംബികളും കൂടെ വന്നിട്ട് ആ ഡ്രൈവറെ കടിക്കുകയും ചെയ്തു. ഇതേസമയം സിയും കൂട്ടരും രണ്ട് ട്രെയിനിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ആ മറഞ്ഞ ട്രെയിനിന്റെ സിയു നോക്കുമ്പോൾ അടിയിലോട്ടൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അയാളിപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ചെന്ന് അപ്പുറത്ത് എന്താണെന്ന് നോക്കി. അവിടെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു ഇരുമ്പിന്റെ കഷ്ണം വീണിട്ട് ആ ഗ്യാപ്പ് അടയുന്നത്. സിയുവിനിപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സമയത്താണ് ആ ട്രെയിനിന്റെ ചില്ല് പൊട്ടി അതിനകത്തുള്ള സോംബികളൊക്കെ താഴേക്ക് വീഴുന്നത്. അത് കണ്ടതും കാങ് എഴുന്നേറ്റിട്ട് ആ സോംബികളുടെ അടുത്തേക്ക് എന്നിട്ട് അവരെ തടഞ്ഞു. സോംബികൾ എല്ലാവരും കൂടെ അയാളെ പിടിക്കുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്ക് സിയു ആണെങ്കിൽ ആ ഗ്യാപ്പിലെ ബ്ലോക്ക് ഒക്കെ മാറ്റി ഏറ്റവും വേഗം തന്നെ അയാൾ സംഗിനെയും സുവാനെയും അവിടുത്തെ പുറത്തേക്ക് എടുത്തു. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർ ആ എഞ്ചിൻ കാണുന്നത്. അവർ 3 പേരും ആ എഞ്ചിന്റെ പുറകെ ഓടി. എന്നാൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സോംബികളും അവരെ പുറകെ വരികയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവർ 3 പേര് ആ എഞ്ചിനിലേക്ക് കയറി. അതിനിടയിൽ കുറെ സോംബികൾ വന്നിട്ട് ആ എഞ്ചിനിൽ പിടിച്ചു. അവറ്റകളുടെ പുറകെ ബാക്കിയുള്ളവരും. ഇത് കാണുന്ന സിയു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി നിന്നിട്ട് ആ സോംബികളുടെ കയ്യിലിട്ട് ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങി. കുറെ നേരം ചവിട്ടി കഴിഞ്ഞപ്പം ആ സോംബികൾ എല്ലാവരും കൈവിട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ ആ സോംബികളുടെ പ്രശ്നം സോൾവ് ചെയ്തതിനു ശേഷം സിയു നേരെ ആ എഞ്ചിന്റെ അകത്തേക്ക് കടന്നു. എന്നാൽ ഈ സമയത്താണ് ബേക് തുസാൻ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഉണ്ടായ ഫൈറ്റിൽ അയാൾക്കും കടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ഇപ്പോൾ സോംബിയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ സിയുവും ബേക് തുസാനും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ബേക് തുസാൻ ഇപ്പോൾ സംഗിന്റെ അടുത്തേക്ക് പോയി. അത് കണ്ടത് സിയു വന്നിട്ട് പുറകിലൂടെ അയാളെ കയറി പിടിച്ചു. എന്നാൽ അവൻ പിടിച്ചത് അയാളുടെ വായിലാണ്. അതോടുകൂടെ അവനും കടി കിട്ടി. എങ്കിലും അവൻ വിട്ടുകൊടുക്കുന്നില്ല. അവൻ പിന്നെ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ആ എഞ്ചിനിലായിട്ടൊരു ചങ്ങലുണ്ട്. സിയു ആ ചങ്ങല എടുത്തിട്ട് അവന്റെ ശരീരത്തിലേക്ക് തന്നെ ഘടിപ്പിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ബേക് തുസാനെയും കൊണ്ട് പുറത്തേക്ക് ചാടി. അതോടുകൂടെ ബേക് തുസാൻ താഴേക്ക് വീണു. ചങ്ങലയിലായതുകൊണ്ട് സിയു താഴേക്ക് വീഴുന്നില്ല. ഇനി ഉടനത്തിന് അയാൾ സോംബിയായിട്ട് മാറും. അതിനു മുമ്പ് സുവാനെയും സംഗിനെയും രക്ഷിക്കണം. അയാൾ ഇപ്പോൾ എഞ്ചിൻ റൂമിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അതിന്റെ ബ്രേക്ക് എവിടെയാണെന്ന് നോക്കി. അത് കണ്ടുപിടിച്ചതിന് ശേഷം അയാൾ സുവാനെയും സംഗിനെയും എഞ്ചിൻ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ബ്രേക്ക് ഏതാണെന്ന് അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പിടിച്ചു നിർത്തണം എന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവരെ ആ എഞ്ചിൻ റൂമിന്റെ അകത്തേക്ക് ആക്കിയിട്ട് വാതിലടച്ച് സിയു വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം സുവാനാണെങ്കിൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് സിയുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ എഞ്ചിന്റെ പുറകിലേക്ക് വന്നിട്ട് പൊട്ടിക്കരയാണ്. അതിനിടയിൽ അയാളുടെ കണ്ണുകളിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അയാൾ സോംബി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബോധം മറിയുന്നതിന് മുമ്പ് അവസാനമായിട്ട് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് സുവാൻ ജനിച്ച സമയത്ത് അയാളുടെ ഓർമ്മകളാണ്. അത് ഓർത്തപ്പം അയാൾ മനസ്സറിഞ്ഞും ചിരിച്ചു. ഇനി ഉടനെ തന്നെ അയാൾ സോംബിയായിട്ട് മാറും. മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ മകളെ കൊല്ലേണ്ടി വരും. അത് അറിയാവുന്നതുകൊണ്ട് അയാൾ ആ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ട്രെയിൻ ഇപ്പോൾ ഒരു തുരങ്കത്തിന് മുമ്പിൽ അവർ നിർത്തി. എന്നിട്ട് സംഘ് സുവാനെയും കൊണ്ട് ആ തുരങ്കത്തിന്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. ഈ സമയം തന്നെ തുരങ്കത്തിന്റെ അപ്പുറത്തായിട്ട് കുറെ പട്ടാളക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ 2 പേര് ആ തുരങ്കത്തിനുള്ളിലൂടെ വരുന്നതാണ്. അതുകൊണ്ട് ഒരു പട്ടാളക്കാരൻ ഇപ്പോൾ വയർലെസ് എടുത്ത് അയാളുടെ ക്യാപ്റ്റൻ ഇൻഫർമേഷൻ കൊടുത്തു. 2 പേരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ ഇൻഫെക്റ്റഡ് ആണോ എന്ന് അറിയത്തില്ലാന്ന്. അതേക്കുന്ന ക്യാപ്റ്റൻ പറയുന്നത് വെറുതെ റിസ്ക് എടുക്കേണ്ട, വെടിവെച്ച് കൊന്നേക്കെന്നാണ്. അതിനെ തുറന്ന് അവർ ഷൂട്ട് ചെയ്യാൻ റെഡിയായി. എന്നാൽ ഈ സമയത്താണ് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നത്. അതിൽ നിന്നും വരുന്നവർ ഇൻഫെക്റ്റഡ് അല്ല എന്ന കാര്യം പട്ടാൾക്കാർക്ക് മനസ്സിലായി. അവർ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടാണ്. ആ പാട്ട് പാടിയത് സുവാനായിരുന്നു. അച്ഛനെ പാടി കേൾപ്പിക്കാൻ വേണ്ടി അവൾ പഠിച്ച പാട്ട്. കരഞ്ഞുകൊണ്ടാണ് അവളത് പാടുന്നത്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.